എൻ്റെ 9-ാം വയസ്സിൽ അച്ഛൻ എന്നെ തൃശ്ശൂരിലുള്ള ഒരു ബോർഡിങ്ങിൽ കൊണ്ടുപോയി ചേർത്തു. റോമൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട കന്യാസ്ത്രീകളുടെ ഒരു മഠമായിരുന്നു അത്. മുൻവശത്ത് ചരൽപ്പാകിയ മുറ്റമിടത്ത് കുറച്ചു വാരകൾക്കപ്പുറം ഒരു കയറ്റത്തിൽ നിർമ്മിച്ച ബോർഡിങ്. അതിൻ്റെ മുമ്പിൽ വെണ്ടയ്ക്കാത്തോട്ടം. കോൺവെൻറ്റിന് പിന്നിൽ ഒരു കടച്ചക്ക മരം. ആ മരത്തിൻ്റെ കീഴിൽ ഒരാശ്ചര്യദ്യോതകമായ ശബ്ദമുണ്ടാക്കി ഓടി നടക്കുന്ന തുർക്കിക്കോഴികൾ. പള്ളി. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഞാൻ കരച്ചിലൊതുക്കി. അച്ഛൻ മടങ്ങിയപ്പോൾ സിസ്റ്റർ ഫിലോമിന എന്ന മധ്യവയസ്ക തൻ്റെ തടിച്ച മൃദുലമായ കൈത്തലം എൻ്റെ ചുമലിൽ വെച്ചു. "വരൂ ഡിയർ," അവർ പറഞ്ഞു. അപ്രതീക്ഷിതമായ ആ സ്നേഹപ്രകടനത്തിന് മുമ്പിൽ വളർച്ചയെത്താത്ത എൻ്റെ ഹൃദയം സർവായുധങ്ങളും നിലത്ത് വെച്ച് കീഴടങ്ങി. 2-3 മാസം കൂടുമ്പോൾ എന്നെ നാലപ്പാട്ടേക്ക് കൊണ്ടുപോകാൻ അമ്മ ചില ബന്ധുക്കളെയും കാര്യസ്ഥന്മാരെയും പറഞ്ഞ് ചട്ടം കെട്ടിയിരുന്നു. ഞാൻ കോൺവെൻറ്റിലെത്തിയത് ശവപ്പെട്ടി പോലെ നീണ്ടു പരന്ന ഒരു കറുത്ത പെട്ടിയും കൊണ്ടാണ്. അത് കണ്ടയുടനെ കുട്ടികൾ പരിഹസിച്ച് ചിരിച്ചു. എൻ്റെ കുപ്പായങ്ങൾ കണ്ടപ്പോൾ അവർ അതിലും അധികം ചിരിച്ചു. കോൺവെൻറ്റിലേക്ക് കൊണ്ടുപോവാനായി അമ്മമ്മ വെളുത്ത മിൽ ഖദറിൻ്റെ 8 ഫ്രോക്കുകളാണ് കുമാരനെന്ന തുന്നൽക്കാരനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചത്.